ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഗാർമെൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തി ആ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ്: പൊട്ടറ്റോ, മുളക് പൊടി, കോൺഫ്ലവർ, ഉപ്പ്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് എടുക്കാം. സ്ക്വയറായി കട്ട് ചെയ്യണം. സ്ക്വയർ പോലെ കട്ട് ചെയ്താലേ പുറത്തുനിന്ന് വാങ്ങുന്ന പോലെ കിട്ടത്തുള്ളൂ. കട്ട് ചെയ്ത് നമ്മൾ പൊട്ടറ്റോ നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇളം ചൂടുവെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഈ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അരമണിക്കൂറായിട്ടുണ്ട്. പിന്നെ നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടെന്ന് ചോദിച്ചാൽ സ്റ്റാർച്ച് കളയാനാണ്. നമുക്കിനി ഓരോ പീസായിട്ട് ഒരു വെള്ള തുണിയിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് വെയിലത്ത് ഇട്ട് ഉണക്കാം. ഞാൻ മഴയായതുകൊണ്ടാണ് ഇവിടെ വച്ചിന്. ഞങ്ങൾക്കൊരു തുണി വെച്ച് ഇങ്ങനെ ഉപ്പിയെടുക്കാം. ഇതിൽ വെള്ളം ഇരിക്കാൻ പാടില്ല. എണ്ണയിലോട്ട് ഇടുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്.
ഇത് ഉണങ്ങി കഴിഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ഇടാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും ആവണം. കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ എല്ലായിടത്തും ആവുള്ളൂ. പൊട്ടാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ പതുക്കെ ചെയ്യണം. ഇപ്പം കണ്ടില്ലേ, ഇപ്പം എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടില്ല. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇടാം. ഫ്രണ്ട്സ്, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇതൊന്നിട്ട് ഇടാം. കൈ പൊള്ളല് നന്നായിട്ടായി വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഇട്ട് കൊടുക്കാം. ആയിട്ടില്ല. ആകുമ്പോൾ ഒരു ബ്രൗൺ കളർ ഇതാവും. അപ്പോൾ നമുക്ക് എടുക്കാം. അത് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക. മുളകും മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ടിടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അതിനായിട്ട് എല്ലായിടത്തും മുളകെല്ലാം ആവണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുത്തിട്ട് നല്ല ടേസ്റ്റുണ്ട്. സോസിൻ്റെ കൂടിയും കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കലക്കണം. ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.